കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതായിരുന്നു ഞാൻ. ആരാധ്യൻ യേശു പരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. ആരാധ്യൻ യേശു പരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. നിൻ കരത്തിൽ ആശ്രയം പകരുന്നു ബലമേറിൽ. നിൻ കരത്തിൽ ആശ്രയം പകരുന്നു ബലമേറിൽ. ആരാധ്യൻ യേശു പരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. വണങ്ങുന്നു ഞാൻ പ്രിയരേ. മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കുന്ന ഹൃദയോ. മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കുന്ന ഹൃദയോ. വണങ്ങുന്നു ഞാൻ പ്രിയരേ. ആരാധ്യൻ യേശു പരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. ഒരിക്കൽ കൂടെ സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശു പരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. ആരാധ്യൻ യേശു പരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. ഇത് രാത്രികാലം നമ്മൾ ആരാധ്യനായ വണങ്ങി അവന്റെ പാദമെടുത്ത് ചുംബിച്ചുകൊണ്ട് രാത്രികാലം ദൈവസന്നിധിയിൽ തുടർന്ന് നമ്മളായിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ തുടർന്ന് നമ്മുടെ നമ്മുടെ മധ്യേ ദൈവത്തിന്റെ ഹല്ലേലൂയ ഹല്ലേദാസൻ രാത്രികാലം ഉണ്ടല്ലോ. തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് ആവശ്യമാകുന്ന ദൈവിക ശബ്ദം ആമേൻ രാത്രികാലം ആമേൻ ഹല്ലേലൂയ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അവനിടെ നിൽക്കുകയും ചെയ്യുന്ന കുടുംബത്തിന് വേണ്ടിയുള്ള ആലോചന, കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആലോചന ഇത് രാത്രികാലം സ്വർഗ്ഗത്തിലെ ദൈവം ആമേൻ തന്നെ കൂടെ ആമേൻ നമുക്ക് പകർന്നു തരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള സമയങ്ങൾ ദൈവത്തിന്റെ വചന ശുശ്രൂഷയ്ക്കായി ദൈവദാസനെ മുമ്പോട്ട് ക്ഷണിച്ചു. കർത്താവിന്റെ ധന്യവേറിയ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ കൂടി വരുവാൻ ഐക്യക്കൂട്ടായ്മ എന്ന ബന്ധത്തിലും നമ്മൾ തന്നെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ച് തീരുമാനിച്ച് അനുഗ്രഹിച്ച് ഉപവാസ പ്രാർത്ഥനയും കൂടെ സംയുക്തമായി നടത്തുന്നു എന്നുള്ളത് കൊണ്ടും രാത്രിയിൽ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ വാഴ്ത്തകൾ അർപ്പിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവ് നമ്മെ എല്ലാവരെയും വളരെ അനുഗ്രഹിച്ച് ഇതുപര്യന്തം നടത്തിയ തിരുകൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ക്രോസ് ഭാഷ മാത്രമേ അത് അനുഭവിച്ചു, എനിക്ക് നമ്മളിലേക്ക് അനുഭവിച്ചു.
അവർ സ്വോത്രം പറഞ്ഞു. ബാക്കി ആരും സ്വോത്രം പറഞ്ഞില്ല. ഇത് രാത്രി ദൈവം ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. അത് അനുഭവിച്ചറിഞ്ഞെങ്കിലേ പറയാൻ പറ്റൂല. അത് അനുഭവിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ പ്രത്യേകിച്ച് കർത്താവദാസൻ പറഞ്ഞു ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൂടെ പ്രയോജനകരമാകുന്ന ദൈവവചനം ആവശ്യമാണ്. സ്തോത്രം. എല്ലാവർക്കും ദൈവവചനം ആവശ്യമാണ്. പ്രാർത്ഥനയോടെ ഇരുന്നാൽ ദൈവം നമുക്ക് തരും. ആഗ്രഹത്തോടെ ഇരുന്നാൽ ദൈവം നമുക്ക് തരും. ആവശ്യബോധത്തോടെ ആരേശുവിനെ തൊടുന്നോ അവർക്ക് വേണ്ടി ശക്തി വ്യാപരിക്കും. നമുക്കറിയാം, യേശു ഒത്തിരി പുരുഷാരം ചുറ്റിനുമുണ്ട്. ഭയങ്കര തിക്കും തിരക്കും. തൻ്റെ ശിഷ്യന്മാർ തൻ്റെ ചുറ്റിനുമുണ്ട്. കോടികളായിട്ടും ബ്ലാക്കാറ്റായിട്ടും ഒക്കെ യേശുവിന് ചുറ്റുമുണ്ട്. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്ത് ഒരു മരണം ഉണ്ടായി. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഒത്തിരി ജനമുണ്ട് അവിടെ. പക്ഷേ ഒരു ഭാഗത്ത് കുറേ ആൾക്കാർ കൂടി നിന്ന് അവർ എന്തൊക്കെയോ അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അവിടെ തെക്കും തരും. പെട്ടെന്ന് നോക്കിയപ്പോൾ ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ചുറ്റും ആൾക്കാർ ഇങ്ങനെ തിക്കി നിൽക്കുക. കൂടെ നിൽക്കാനും അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ പ്രമുഖനായ വ്യക്തി വന്നതാണ്. രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം വന്നപ്പോൾ ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കുക ആൾക്കാർ. അവർക്ക് ഈ മരണവും അവിടുത്തെ ദുഃഖവും അവിടുത്തെ ഈ മറ്റു കാര്യങ്ങളൊന്നും വലിയ വിഷയമൊന്നുമല്ല. അപ്പോൾ എന്നതുപോലെ യേശുവിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നു. അപ്പോൾ പലരും വന്ന് യേശുവിനെ തട്ടിയും മുട്ടിയും ഒരുമിയും ഒക്കെ പോയി. പക്ഷെ യേശു അവിടെ നിന്ന് എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊന്നും പറഞ്ഞു. അത് ചുമ്മാതെ അങ്ങോട്ട് പോയ വഴിക്കൊന്ന് തട്ടി വന്ന വഴിക്കൊന്ന് മുട്ടി അങ്ങനെയുള്ളൊരു ബന്ധമേ ഉള്ളൂ ഇവർക്ക് യേശുവുമായിട്ട്. സ്തോത്രം. അങ്ങനെയുള്ള ബന്ധം ദൈവത്തിൽ നിന്ന് ശക്തി വ്യാപരിക്കണമെന്നില്ല. അതൊരു ഭാഗ്യമായൊരു ബന്ധം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ ന്യായപ്രമാണത്തിന്റെ വിലക്കുകളും ന്യായപ്രമാണത്തിന്റെ തടസ്സങ്ങളും ന്യായപ്രമാണത്തിന്റെ അകറ്റി നിർത്തലുകളും ഒക്കെ അവിടെ ശക്തമായി നിൽക്കുമ്പോഴും ആവശ്യബോധത്തോടെ അതിന്റെ നടുവിൽ കൂടെ ഒരുത്തി വന്നൊന്ന് തൊട്ടു. അപ്പോഴാണ് യേശു അവിടെ നിന്നിട്ട് പറഞ്ഞു, ആരോ എന്നെ തൊട്ടു. യേശുവിൽ നിന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ തൊട്ടവളെ വെളിച്ചം കൊണ്ടുവരണം. കാരണം അവിടെ പലരും ഞാൻ പറഞ്ഞതുപോലെ തട്ടിമുട്ടി നിന്നെങ്കിലും അവരിലേക്കൊന്നും ദൈവശക്തി വ്യാപരിച്ചില്ല. ഹല്ലേലൂയ. ആവശ്യബോധത്തോടെ ആര് യേശുവിനെ തൊടുന്നുവോ അവരിൽ യേശുവിൽ നിന്ന് ശക്തി വ്യാപരിക്കുമെന്ന് സമൂഹം അറിയണം, ദേശം അറിയണം, നമ്മുടെ ചുറ്റുപാടുകൾ അറിയണം, നമുക്കെതിരെ നിൽക്കുന്ന ചില നിയമങ്ങൾ അറിയണം, നമുക്ക് വിലക്ക് കൽപ്പിക്കുന്ന ചില മണ്ഡലങ്ങൾ മേഖലകൾ അറിയണം. അതിനുവേണ്ടി യേശു അവരെ പരസ്യമായി കൊണ്ടു നിർത്തി പറഞ്ഞു, അവൻ എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ട് വിടുതൽ വ്യാപരിച്ചവനാണിവൻ. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വന്നത്, ഒത്തിരി തിക്കും തിരക്കൊക്കെ ഉണ്ടായെന്നിരിക്കും, ഒത്തിരി പാട്ടും പ്രാർത്ഥനയൊക്കെ നടന്നെന്നിരിക്കും. പക്ഷേ അതിന് നടുവിലും യേശു അവൻ ദൈവം ഇവിടെ ഉണ്ടെന്ന്, കർത്താവ് ഇവിടെ ഉണ്ടെന്ന് അനുഭവിച്ചറിയുന്നവർക്ക് സ്തോത്രം പറയാൻ പറ്റൂ, അവർക്ക് ഹല്ലേലൂയ പറയാൻ പറ്റൂ, അവർക്ക് ആരാധിക്കാൻ പറ്റൂ. അവർ ഇടം വരെ നോക്കത്തില്ല, മുൻപും പിൻപും നോക്കത്തില്ല. അവർക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അങ്ങനെയുള്ള അനുഭവത്തിൽ നമുക്ക് ഇന്ന് രാത്രിയിലായിരിക്കാം.
ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയുടെ ലീഡ് ചെയ്യുന്ന താമദാസൻ ജോസ് പാസ്റ്റർ, എൻ്റെ കുടുംബം, ഇവിടെ ആയിരിക്കുന്ന പ്രിയ വിശ്വനാഥൻ താമദാസൻ, പ്രിയ ചായന്മാരുടെ പ്രിയ പിതാവ്, പ്രിയ സഹോദരിമാർ, ദേവദാസിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വീണ്ടും വരാമെന്ന് അരുളി ചെയ്ത ക്രിസ്തുവേശ്വരുടെ ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി മനസ്സിൽ അറിയിക്കുകയാണ്. പകലത്തെ മീറ്റിംഗിലും എനിക്ക് കടന്നു വരുവാനിടയായി അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ചിന്ത കർത്താവദാസൻ പ്രിയ സിലാസ് പാസ്റ്റർ നിന്ന് കേൾക്കാനും ഇടയായി. നമ്മെ തളർത്തിക്കളയാതെ, തളർന്നു പോകാതെ നമ്മെ വളർത്തുന്ന ഒരു ദൈവം, നമ്മെ കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്ന് കേൾക്കാനിടയായി. പന പോലെ ദൈവം നമ്മെ വളർത്തും. സ്തോത്രം. പക്ഷെ നമ്മളൊക്കെ ഒരു പരിധി വരെയൊക്കെ ഈ വാക്യം തെറ്റായിട്ടാണ് പറയുന്നത്. സ്തോത്രം. ദുഷ്ടനെ പന പോലെ തഴയ്ക്കും വളർത്തുമെന്ന് ബൈബിളിൽ ഉണ്ടല്ലോ എന്ന് നമ്മൾ പുസ്തകത്ത് പറയാറുണ്ട്. അങ്ങനൊരു വാക്യമേ ബൈബിളിൽ ഇല്ല. സ്തോത്രം. ദുഷ്ടനെ പന പോലെ തഴപ്പിക്കുന്നുള്ളൊരു വാക്യമേ ഇല്ല. നീതിമാൻ ആ പന പോലെ തഴയ്ക്കും. അതാണ് വാക്യം. നീതിമാൻ പന പോലെ തഴയ്ക്കും, അവൻ ലബാനോനിലെ ദേവദാരു പോലെ വളരും. അല്ലാതെ ദുഷ്ടനെ പന പോലെ തഴപ്പിക്കുന്നൊന്നും അതിനില്ല. നീ തെറ്റായി പറയരുത്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മളെ വളർത്തും. നമ്മെ ദാദാസ പനയെ പറ്റിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പകൽ പറഞ്ഞു. പനയുടെ മറ്റൊരു പ്രത്യേകതയാണ്, അത് ഉഷ്ണമേഖല പ്രദേശത്താണ് വളരുന്നത്, ഇടച്ചു വളരും. അത് ഉണങ്ങാതെ നിൽക്കുന്നതിൻ്റെ കാരണം പറഞ്ഞു. അതിൻ്റെ വേര് അതിവേഗം ഓടും. വെള്ളം എവിടെ ഉണ്ടോ അവിടെ ചെല്ലും. നെൽപ്പ് പ്രതികൂലത്തിലാണെങ്കിലും, നെൽപ്പ് വരൾച്ചയിലാണെങ്കിലും അതിൻ്റെ വേര് പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധമുണ്ട്. നീതിമാന്റെ ബന്ധം പരിശുദ്ധാത്മാവുമായിട്ടാണ്. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ ആറ്റരിക്കത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ ഒരു വൃക്ഷം പോലെ. കാരണം അവരുടെ നിൽപ്പ് വല്ലാത്ത ഒരു പ്രതികൂല സന്ധിയിലാണെങ്കിലും അവന്റെ ബന്ധം പരിശുദ്ധാത്മാവാണ്. ബന്ധം ആത്മനദിയിലാണ്. അതുകൊണ്ട് അതിനകത്തുനിന്ന് അവന് ആവശ്യമുള്ള പോഷകമായി വലിച്ചെടുക്കും. അത് പുഷ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ദബോരയെ കുറിച്ച് പറയുന്നത്, ഈന്തപ്പനയുടെ ചുവട്ടിലിരിക്കുന്നത് പോലെ. പ്രതികൂലത്തിന്റെ നടുവിലാണെങ്കിലും ദബോരയുടെ ബന്ധം ദൈവമായിട്ടാണ്. തടച്ചു നിൽക്കുകയും ഒരു പ്രതികൂലത്തിന്റെ കാറ്റടിച്ചാൽ കടപഴകി വീഴാത്ത വിധത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഇന്ന് രാത്രി നമുക്കും പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം. ദൈവമായിട്ടൊരു അകമഴിഞ്ഞ ബന്ധം നമുക്കുണ്ടായിരിക്കും. നമ്മുടെ രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ സമയം മുമ്പോട്ട് പോകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്യം വായിച്ചിട്ട് ചില കാര്യങ്ങൾ സ്വന്തമായി ചിന്തിച്ച് ദൈവം തരുന്ന ആലോചനകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൈമാറി പ്രാർത്ഥിച്ച് നമുക്ക് സന്തോഷത്തോടെ പിരിയാൻ ആഗ്രഹിക്കുന്നു. ഏവർക്കും സുപരിചിതമായൊരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കൊണ്ടുവന്ന വരുമ്പോൾ വായിച്ച് മനസ്സിൽ നിർദ്ദിഷ്ടമാക്കി കൊണ്ടുവന്നൊരു വാക്യം, അത് ഞാൻ ഇരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ പല ചിന്തകൾ കൂടി ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇരിക്കുന്ന മാത്രയിൽ തന്നെ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു മറ്റൊരു വാക്യമാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ആ വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. കൊണ്ടുവന്ന വാക്യത്തോട് നീതി പുലർത്തുന്നില്ലെന്നല്ല, അതിലൂടെ നീതി പുലർത്തണം. പക്ഷേ ആത്മാവ് ഇടപെടുമ്പോൾ ഇങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ ദൈവം വരുത്തും. അതുകൊണ്ട് ഒരു വാക്യം വായിക്കാം നമുക്ക്. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം, അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 14-ാമത്തെയും 15-ാമത്തെ 2 വാക്യം ചേർത്ത് വച്ചു. 14-15 വാക്യം. എന്റെ സാന്നിധ്യം അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു.
അവനവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് വായിച്ചത്. ഒരു നിമിഷം നമുക്ക് ഈ വാക്യത്തിന്റെ മുൻപാകെ ഒന്ന് ശിരസ് നമിച്ച് കർത്താവിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കാമോ? എല്ലാവരും ഒരു നിമിഷം അവൻ വായുകളെ ഒന്ന് തുറന്ന് അതരത്തിൽ ഒന്ന് ചലിപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഈ വാക്യം മനസ്സിൽ ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ, ഈ രാത്രിയിൽ ദൈവം നമ്മുടെ നടുവിലുണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടെ പറയുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ദൈവത്തിന്റെ കൃപ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അളവറ്റ ദൈവത്തിന്റെ ശക്തിയുടെ ഒരു വലിയ വ്യാപാരം ഇവിടെ ഉണ്ട്. അതോർത്തൊന്ന് ധ്യാനിച്ച് കർത്തൃസന്നിധിയിലെ വാക്യത്തെ ഹൃദയത്തിലേക്കൊന്ന് ഇറക്കി ഒന്ന് പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിച്ചാണ്. എല്ലാവരും ഒരു നിമിഷം നമ്മളൊന്ന് പ്രാർത്ഥിച്ചാണ്. പ്രിയരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശക്തി വലിയതാണ്. അവൻ ആർക്കും ഏൽപ്പിച്ച് കുഞ്ഞിന് പോലും പ്രാർത്ഥിക്കാൻ കഴിയും. പ്രാർത്ഥനയുടെ ശക്തി അത് വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയുടെ ശക്തി ഉയരട്ടെ. ചില സാധാന്യ മണ്ഡലങ്ങൾ ഇന്ന് രാത്രിയിൽ തകരട്ടെ. ഹല്ലേലൂയ. ചില സാധാന്യ സാമ്രാജ്യങ്ങൾ നിന്റെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട് ഉടയട്ട് തകരട്ടെ. നിനക്കെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്നത് നിന്റെ പ്രാർത്ഥന കൊണ്ട് ഉടഞ്ഞു മാറട്ടെ. നിനക്കെതിരെ വാദിക്കുന്നത്, നിനക്കെതിരെ നിന്ന് മന്ത്രങ്ങൾ ചൊല്ലുന്നത്, നിനക്കെതിരെ നിന്നുകൊണ്ട് പ്രാകുന്നത്, നിനക്കെതിരെ നിന്നുകൊണ്ട് ശമിക്കുന്നത്, നിനക്കെതിരെ നിന്നുകൊണ്ട് നിന്നെ പഴിക്കുന്നത്, നിനക്കെതിരെ നിന്നുകൊണ്ട് നിന്നെ അപമാനിക്കുന്നത്, നിന്നെ പരിഹസിക്കുന്നത്, ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട്, നിന്റെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട് അത് ഉടയത്തെ രാത്രിയിൽ ഒരു വലിയ പ്രസംഗം മാത്രമല്ല. ഇത് രാത്രിയുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഇത് രാത്രിയുടെ പ്രാർത്ഥനയ്ക്ക് നിന്നെ ചലനിക്കാൻ കഴിയും. ഇത് രാത്രിയുടെ പ്രാർത്ഥനയ്ക്ക് ചില വ്യത്യാസത്തിന് കഴിയും. ഇത് രാത്രിയുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗ്ഗത്തെ തുറക്കാൻ കഴിയും. ഇന്ന് രാത്രിയുടെ പ്രാർത്ഥന കൊണ്ട് ചില അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് രാത്രിയുടെ പ്രാർത്ഥന കൊണ്ട് ചില അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് രാത്രിയുടെ പ്രാർത്ഥന കൊണ്ട് ചില അതിശയങ്ങൾ, ഇന്ന് രാത്രിയുടെ പ്രാർത്ഥന കൊണ്ട് ചില വിസ്മയങ്ങൾ നടക്കും. ഇന്ന് രാത്രിയുടെ പ്രാർത്ഥന കൊണ്ട് ചില ആഗ്രഹങ്ങൾ നടക്കും. ഇന്ന് രാത്രിയുടെ പ്രാർത്ഥന കൊണ്ട് ചില ഭൂതങ്ങൾ നടക്കും. ഇന്ന് രാത്രിയുടെ പ്രാർത്ഥന കൊണ്ട് ചില പ്രാർത്ഥനയിൽ മടുത്തു പോകരുതേ. പ്രാർത്ഥനയിൽ മടുത്തു പോകരുതേ. പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകരുതേ. പ്രാർത്ഥനയിൽ മന്ദി മതിച്ചു പോകരുതേ. പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകരുതേ. പ്രാർത്ഥനയുടെ തീ കത്തി ഉയരട്ടെ. കത്തി ഉയരട്ടെ. നിനക്ക് മുമ്പ് നിൽക്കുന്ന ചില വെല്ലുവിളികൾ നിന്റെ മുമ്പിൽ അടിയറോ പറയുന്ന ഒരു പ്രാർത്ഥന ധീരയായി, ഒരു പ്രാർത്ഥന മനുഷ്യനായി, അവനൊരു പ്രാർത്ഥനയുടെ ശബ്ദത നിന്റെ അകത്തുന്നത് ഉയരട്ടെ. അവൻ നിന്റെ കുടുംബത്തിനകത്ത് ഉയരട്ടെ. നിന്റെ ഭവനത്തിനകത്ത് ഉയരട്ടെ. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ശൂന്യത മാറി. പ്രാർത്ഥന മുറിക്കകത്ത് പ്രാർത്ഥനയുടെ ശബ്ദത ഉയരട്ടെ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവം, നല്ല ഈ രാത്രിക്കായി കർത്താവ് പാലിക്കണം. ജനത്തെ അനുഗ്രഹിക്കണം. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളോട് ഇടപെടണം, സംസാരിക്കണം. അവിടുത്തെ വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾക്ക് മാനുഷിക വാക്കുകളോ ഒന്നും കേൾക്കണം. ദൈവശബ്ദം കേൾക്കണം. ഞങ്ങളുടെ വിടുതലിന്, ഞങ്ങളുടെ സൗഖ്യത്തിന്, ഞങ്ങളുടെ ആത്മീക മുന്നേറ്റത്തിന്, ഞങ്ങളെ അവിടുന്ന് സമൂഹ മധ്യേ തലമുനിയാൻ ഇടവരുത്താതെ, ഞങ്ങൾ ലജിച്ചു പോകാൻ ഇടവരുത്താതെ, ഞങ്ങളെ നിവർന്ന് നിൽക്കുമാറാക്കുന്ന ധൈര്യത്തോട് ഞങ്ങളെ നിൽക്കുമാറാക്കുന്ന ആത്മചൈതന്യത്തോട് ഞങ്ങളെ നിൽക്കുമാറാക്കുന്ന ദൈവിക കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനുള്ളത് ഞങ്ങൾക്ക് ഇന്ന് രാത്രി അവിടുത്തെ ശബ്ദമായി, അവിടുത്തെ ദൂതായി, അവിടുത്തെ പ്രവചനമായി, അവിടുത്തെ അരുളപ്പാടായി, അവിടുത്തെ ആലോചനയായി, അവിടുത്തെ ഉപദേശമായി ഇന്ന് രാത്രി ഞങ്ങൾക്ക് തരുമാറാകണമപ്പ.
ഏറ്റെടുത്ത് വിജയശ്രീ നാളിതരായി ആനന്ദത്തോടെ ദൈവം ഞങ്ങളെ സഹായിക്കണം എന്നപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവ സ്നേഹത്തിനായി സ്തോത്രം. മാനവും മഹത്വവും പങ്കെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അങ്ങേയല്ലാതെ യേശു ഇന്നലെയും ഇന്നും എന്നും അങ്ങേയല്ലാതെ. വായിച്ച വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിൽ ഓടിച്ചു കൊണ്ടുവന്ന് വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 430 വർഷം പരദേശികളായി പാർത്ത ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ അടിമത്വത്തിനകത്ത് പരദേശികളായി 430 വർഷം പാർത്ത ഇസ്രായേൽ ജനത്തെ, ഞാൻ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ 400 വർഷം അവരുടെ പ്രവാസകാല ജീവിതമായിരുന്നു പരദേശികളായിട്ടാണ്. 30 വർഷം മാത്രമേ അവര് സന്തോഷത്തോടെ ആനന്ദത്തോടെ അവരുടെ പ്രതാപ കാലഘട്ടം അവരെ കഴിച്ചുകൂട്ടിയുള്ളൂ. ബാക്കിയുള്ള 400 വർഷം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഭയങ്കര വേദനാജനകമായി. അതിന്റെ കാരണം നമുക്കറിയാം. ഈ ആദ്യത്തെ 30 വർഷം അവരുടെ സഹോദരനായിരുന്ന യോസേഫുണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ ഭക്ഷ്യകാര്യ വകുപ്പ് മന്ത്രി, അവിടുത്തെ പ്രധാനമന്ത്രി, അങ്ങനെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ധന്യനായ മനുഷ്യനായി ഫറവോന്റെ ആധിപത്യം അദ്ദേഹത്തെ അവർ അവരോധിച്ചു. അദ്ദേഹത്തെ അവിടെ സ്ഥാനാരോഹണം നടത്തി സിംഹാസനത്തിൽ ഇരുത്തി. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഒരു പ്രശ്നമില്ലാതെ ഒരു 30 വർഷം ഇങ്ങനെ ജീവിച്ചു. യോസേഫിന്റെ കാലം കഴിഞ്ഞു. യോസേഫിനെ അറിയാത്ത ഒരു ഫറവോൻ അവിടെ ഭരണമേറ്റു. അന്ന് മുതൽ ഇസ്രായേൽ ജനത്തിന് കഠിനമായ ശോധനകളും വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അവർ ചെയ്യുന്ന പ്രവർത്തിക്കൊത്തവണ്ണം അവർക്ക് പ്രതിഫലങ്ങളൊന്നും കിട്ടാനില്ലാതെ അവരുടെ ആരാധനാ സ്വാതന്ത്ര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അവരൊരു വല്ലാത്ത ജീവിതം അവിടെ തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങി വർഷം 1 കഴിഞ്ഞു, വർഷം 2 കഴിഞ്ഞു, വർഷം 3 കഴിഞ്ഞു. ഇന്ന് മാറും. അവസാനം പിന്നെ അത് എന്ന് മാറും എന്നായി. നമ്മളും അങ്ങനെ ആഗ്രഹിച്ചു. ചിലതൊക്കെ വരുമ്പോൾ ഇന്ന് മാറും. ദിവസങ്ങൾ കഴിയുമ്പോൾ, ആഴ്ചകൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളും എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്, ഇനി അത് എന്ത് മാറും അല്ലേ? ഇങ്ങനെ നമ്മൾ
നമ്മൾ പാട്ടുകാരനൊക്കെ പാടുന്നവരല്ലേ, എന്ന് തീരും എന്റെ കഷ്ടം, ഇന്നീ മണ്ണിലേ മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. പറഞ്ഞൊക്കെ ഇവര് ഈ പാട്ടുകൾ പാടി അല്ലേ? എന്ന് പറയാന്നേ, നമ്മൾ ഈ പാട്ടില്ലായിരുന്നു, ഇതുപോലെ സാമ്യമായ പാട്ടുകൾ പാടി അല്ലേ? ഇന്നു തീരും എന്റെ കഷ്ടം, ഇന്നീ മണ്ണിലേ മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. ഓ അന്നു തന്നെ ശുദ്ധരുന്നു, അന്നു തന്നെ ശുദ്ധരുന്നു പാടിയാകുമേ. എനിക്കു സാധ്യമോ സമ്മേളനം, ഓ എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം. ഇത്ര പ്രത്യാശ നമ്മളറിയുന്നൊക്കെ പാട്ടല്ലേ? തീരുന്നില്ല കഷ്ടം അല്ലേ? ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകളൊക്കെ വന്ന കാലത്ത് ഞാനും ഇതുപോലെയുള്ള പാട്ട് പാടി ആശ്വസിച്ചിട്ടുണ്ട്. എന്നെ ഒത്തിരി പിടിച്ചിട്ട് ഞാൻ അവിടെ പാടിയിട്ടുള്ളതാണ്. കഷ്ടതയിലും പാടുവാൻ, നഷ്ടം മുതൽ കൊണ്ടാടുവാൻ ശക്തി അരുളിത നാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കണേ. അപ്പൊ ഈ ഇസ്രായേൽ ജനത്തിന്റെ ഒരു കരച്ചിലായിരുന്നു, എന്ത് തീരും ഞങ്ങളുടെ കഷ്ടം. അങ്ങനെ വർഷങ്ങൾ 100 വർഷം കഴിഞ്ഞു, 200 300 400. അങ്ങനെ മൊത്തം അവിടെ പരദേശികളായി പാർത്ത 430 വർഷം. അങ്ങനെ ആബീബ് മാസം 14-ാം തീയതി ഓരോ കുടുംബത്തിലും ഓരോ കുഞ്ഞാണ് അടക്കപ്പെട്ടു. അതിന്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും ഒക്കെ പുരട്ടി അവിടെ നിന്നവര് രക്ഷപ്പെട്ട് വരികയാണ്. ഫറവോന്റെ ആധിപത്യത്തിന്റെ സ്വാധീന വലയത്തിനകത്ത് നിന്നും രക്ഷപ്പെട്ടു. ഫറവോന്റെ അടിമയുഗത്തിനകത്ത് നിന്നും കെട്ടഴിയപ്പെട്ടവരായി, അവർ വീണ്ടെടുക്കപ്പെട്ടവരായി, അവർ അഭിഷേകം പ്രാപിച്ചവരായി, അവർ ആത്മനിറവ് പ്രാപിച്ചവരായി, അവർ കുതിച്ചു മുന്നോട്ട് വരികയാണ്. സ്തോത്രം. അഭിഷേകം പ്രാപിച്ചു, വീണ്ടെടുക്കൽ പ്രാപിച്ചു കഴിഞ്ഞ ഒരു അഭിഷേകം അതിൽ വ്യാപനം. ആ അഭിഷേകം പ്രാപിച്ച് 114 സംഗീതങ്ങൾ വായിച്ചാൽ മതി. അവിടെ എഴുതിയിട്ടുണ്ട്, ഇസ്രായേൽ അന്യദേശത്ത് നിന്നും മടങ്ങി വരുന്ന വരവിൽ സമുദ്രം അവരെ കണ്ട് ഓടുന്നു, കുന്നുകൾ കുഞ്ഞാടുകളെ പോലെ തുള്ളുന്നു, ചാഞ്ചാടുന്നു. നീ ഞങ്ങളെ കണ്ട് പിൻവാങ്ങുന്നത് എന്തെന്നൊക്കെ അവർ ചോദിക്കുന്നില്ല. അങ്ങോട്ട് പോയപ്പോ ഇതൊന്നും കണ്ട് ഇവരുടെ മുമ്പിൽ ഒന്നും ചെയ്തില്ല. അങ്ങോട്ട് പോയപ്പോ നമ്മളെ കളിയാക്കി വയ്ക്കുക. പക്ഷെ തിരിച്ചു വരുന്ന ഇസ്രായേലിന്റെ മുമ്പിൽ പിന്നെ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്കും അഭിഷേകത്തിന്റെ നിറവോടെ, ആത്മനിറവിന്റെ ശക്തിയോടെ മടങ്ങി വരുന്ന ഇസ്രായേലിന്റെ മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആമേൻ മുന്നോട്ട് വരുമ്പോൾ മോശ കൊണ്ടുവരിക. മോശ നേതൃത്വത്തിൽ കൊണ്ടുവന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് താനിങ്ങനെ നല്ല സ്വസ്ഥമായ ജീവിതത്തിലേക്ക് എങ്ങോട്ടൊക്കെ പോകാനൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ദൈവം തന്നെ വിളിച്ചിട്ട് പറയുന്നത്, നീ കൂട്ടിക്കൊണ്ടുവന്ന ഈ ജനത്തെ അവരുടെ പിതാക്കന്മാരോട് ഉടമ്പടി ചെയ്ത വാഗ്ദത്ത മണ്ണുണ്ട്, അവിടെ ഇവരെ കൊണ്ടെത്തിക്കണം. മോശ അവിടെ സ്തബ്ധനായി നിൽക്കുകയാണ്. ആകപ്പാടെ വല്ലാത്ത ഒരു അവസ്ഥക്കകത്ത് പെട്ടതുപോലെ, ഒന്നും തിരിച്ചു പറയാൻ കഴിയാത്തവനെ പോലെ സ്തബ്ധനായി നിൽക്കുകയാണ്. നിൽക്കാനൊരു കാരണമുണ്ട്. കാരണം അവിടെ നിന്ന് കൊണ്ടുവന്ന ജനം 1-2 പേരല്ല, ലക്ഷോപലക്ഷം ജനം. കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, ബാല്യക്കാരുണ്ട്, യൗവനക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പ്രായാധിക്യത്തിലേക്ക് വരുന്നവരും വന്ന് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നല്ലോ ഈ ലക്ഷോപലക്ഷം ജനം. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ മോശ തിരിഞ്ഞു നോക്കി കാണും. അവൻ അന്തം വിട്ടുപോയി. ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് എങ്ങനെ പോകും? ആഹാരം കൊടുക്കണ്ടേ, വസ്ത്രം കൊടുക്കണ്ടേ, ഇത്രയും ജനത്തിന് പാർപ്പിടം ഒരുക്കണ്ടേ,
ഇതിനു വേണ്ടുന്ന വാഹന സൗകര്യങ്ങൾ വേണ്ടേ? ഹല്ലേലൂയ. അതിനുള്ള സമ്പത്ത് എവിടെ നിന്ന് കിട്ടും? സാമ്പത്തികം ആര് തരും? ഹല്ലേലൂയ. എല്ലാം കൊണ്ട് ഒരു ചോദ്യചിഹ്നത്തിന്റെ മുമ്പിൽ ദൈവം പറഞ്ഞ ദൗത്യത്തിന്റെ നടുവിൽ സ്തബ്ധരായി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, എനിക്ക് മനസ്സിലായി ഇവിടെ സ്തബ്ധനായി നിന്നിട്ട് കാര്യമൊന്നുമില്ല. അവൻ പ്രതികൂലത്തിന്റെ നടുവിൽ ചില ചോദ്യങ്ങൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ, ചില പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ, നീ സ്തബ്ധരായി നിൽക്കുന്നത് പോലെ അവൻ നിനക്ക് ചലിക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്റെ ചുറ്റോട് ചുറ്റും പ്രതിസന്ധികൾ നിനക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ, നിനക്കുള്ള മറുപടി അവന്റെ പക്കലുണ്ട്. പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വീര്യമുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അതിന്റെ മഹത്വമുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അതിന്റെ ഒരു ഭയങ്കര വ്യാപാര ശക്തിയുണ്ട്. ഇന്ന് രാത്രി മുഴക്കാലം നടക്ക്, നിന്റെ ചുറ്റിലും അനവധി നിരവധി ചോദ്യങ്ങളുണ്ട്, നിന്റെ ചുറ്റിലും അനവധി നിരവധി പ്രശ്നങ്ങളുണ്ട്. ഭയപ്പെട്ടു പോകരുത്. കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കൽ പ്രാപിച്ചിറങ്ങി തിരിച്ച ദൈവത്തിന്റെ വൈതലേ, നിന്റെ വാഗ്ദത്ത കനാലിലെത്തും വരെ പല ചോദ്യം നിന്റെ മുമ്പിൽ പിൻവരും കാണും, പലതും നിന്റെ മുൻപിൽ പിൻവരും. നീ അവരെ അമാന്തിച്ച് നിന്നെ തകർന്നു പോകല്ലേ, നീ തകർന്നു പോകല്ലേ. നീ മുഴങ്ങാതെ നടക്കി ദൈവമുള്ളത്തേക്ക് നോക്ക്. അവൻ നിനക്ക് വഴികാട്ടിയ, അവൻ നിന്നെ മാനിക്കും, അവൻ നിന്നെ അംഗീകരിക്കും, അവൻ നിന്നെ ഉയർത്തും, അവൻ നിനക്ക് ഉപദേശത്തിൽ പറഞ്ഞു തരും, അവൻ നിനക്ക് ബുദ്ധി ചെലുത്തി തരും, അവൻ നിനക്ക് വേണ്ടുന്ന വഴി ഒരുക്കി തരും, അവൻ നിനക്ക് ആവശ്യമുള്ളതെല്ലാം സജ്ജമാക്കി തരും, അവൻ നിനക്ക് വേണ്ടി സകലതും ഒരുക്കി കരുതിക്കൊള്ളും. ധൈര്യത്തിലിരിക്കെ, ബലത്തോടിരിക്കെ, പ്രശ്നങ്ങളെ നോക്കല്ലേ, പ്രതിസന്ധികളെ നോക്കല്ലേ. അവൻ നീ തളർന്നു പോകത്തേയുള്ളൂ. ആമേൻ. എത്ര വലിയ പ്രതിസന്ധിയായാലും, എത്ര വലിയ പ്രശ്നമായാലും അതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അവൻ നീ ഉയരത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. അവൻ നിന്റെ പ്രശ്നത്തിന് പരിഹാരമല്ല, അവൻ നിന്റെ വിഷയത്തിന് മറുപടിയാ. ഇന്ന് രാത്രി ധൈര്യത്തോടെ അവന്റെ മുഖത്തേക്ക് മാത്രം നോക്ക്. രാത്രി മൊത്തം ഈ ശിഷ്യന്മാരെ മാറുകളെ കൊണ്ടെത്തിക്കാൻ സമ്മതിക്കാതെ അവൻ ഈ ഗലീല കടല് അല്ലാതെ ശോഭിച്ച് ദേഷ്യം കൊണ്ട് ജനത്തിനെതിരെ ശക്തമായി തിരമാല അടിച്ചുയർത്തി. ഹല്ലേലൂയ. അവർ തണ്ട് വലിച്ചു തുഴഞ്ഞു നോക്കി, ദിക്കേതെന്നറിയാൻ കഴിയാതെ അവർ വല്ലാതെ ഭാരപ്പെട്ടു നിൽക്കുമ്പോൾ അവൻ രാത്രിയുടെ 4-ാം യാമത്തിൽ അവന്റെ പ്രശ്നങ്ങളെ കാൽപാദം കൊണ്ട് ചവിട്ടി അമർത്തിക്കൊണ്ട് അവർക്കെതിരെ ഉയർന്നു പൊങ്ങി നിന്ന് പണം വിടർത്തി നിൽക്കുന്ന സർപ്പത്തെ പോലെ ആമേൻ തിരമാലകൾ അവരുടെ പടകിന് നേരെ അടിച്ചുയരുമ്പോൾ ആമേൻ അതിനെ എന്ത് ചെയ്യേണ്ടു എന്നറിയാൻ വയ്യാതെ ശിഷ്യന്മാരാകപ്പാടെ വല്ലാതെ ഭാരപ്പെടുമ്പോൾ അവരുടെ പ്രതികൂലത്തെ, അവരുടെ പ്രതിസന്ധിയുടെ മേൽ ഭാരമെടുത്ത് വെച്ച് അതിനെ ചവിട്ടി അമർത്തിക്കൊണ്ട് അവരുടെ പടയിലരികിലേക്ക് യേശു അടുത്തു വരികയാണ്. എത്രയൊക്കെ ഭംഗി വന്നാലും, എന്തെല്ലാം നിനക്ക് മുമ്പിൽ വന്നാലും, പ്രതിസന്ധിയുടെ മേഖലയിൽ നീ തകർന്നു പോകാൻ സമ്മതിക്കാതെ അവൻ ഉയരത്തിലെ ദൈവം തന്റെ പദ്ധതിയിൽ കൂടെ ദൂത് പറയാം, എനിക്കെതിരെ നിൽക്കുന്ന ചിലതിനെ യേശു ചവിട്ടി അമർത്താൻ പോകുന്നു. നന്മയ്ക്കെതിരെ നിന്നത്, എന്റെ ആത്മീക ജീവിതത്തിനെതിരെ നിന്നത്, ഹല്ലേലൂയ, നിന്റെ ഭൗതിക ജീവിതത്തിനെതിരെ നിന്നത്, നിന്റെ സ്വസ്ഥതയെ കെടുത്തി കളയാൻ, നിന്റെ സമാധാനത്തെ കെടുത്തി കളയാൻ, ശാന്തമായ തീരത്തിൽ നീ എത്തത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിനക്കെതിരെ നിന്റെ വഴിയെ അടച്ചുകൊണ്ട് അവൻ നിന്നെ അപമാനിക്കാൻ, നിന്നെ നിന്ദിക്കാൻ, നിന്നെ വരുത്താൻ എഴുന്നേറ്റ് വരുന്ന ചില മണ്ഡലങ്ങളെ ചവിട്ടി
ഹല്ലേലൂയ. ഇനി അവൻ പത്തി ഉയർത്തത്തില്ല, ഇനി അവൻ പണം വിടർത്തത്തില്ല. ഇനി നിന്റെ പടകിന് നേരെ അവന്റെ ഹുങ്കാര ശബ്ദത്തോടെ തിരമാലകളെ അടിച്ചുയർത്താൻ സമ്മതിക്കാതെ നസ്രായന്റെ പാദം ചില പ്രതികൂലത്തിന്റെ മേൽ വയ്ക്കാൻ പോവുകയാണ്. താഴെ തലയെ കൈവച്ചില്ലെന്ന് പറഞ്ഞ് എന്റെ എന്ന് പറഞ്ഞിരിക്കേണ്ടത് എല്ലാവർക്കും ദൂതാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആ സാന്നിധ്യം ഇന്ന് രാത്രി അവൻ ഇറങ്ങി വരുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ യേശു അവരുടെ അരികിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, അവൻ പത്രോസ് ചോദിച്ചു, യേശു ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ യേശു പറഞ്ഞു, ധൈര്യത്തോടെ ഇറങ്ങി വരാൻ പറഞ്ഞു. ഹല്ലേലൂയ. അന്നേരം ഈ മനുഷ്യൻ യേശുവിനെ മാത്രമാണ് നോക്കിയത്. പ്രതികൂലം അപ്പുറമുണ്ട്, തിരമാലയുണ്ട്, ആ കടൽ അവിടെയുണ്ട്, ഓളങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ പ്രതിസന്ധിയുടെ നടുവിൽ യേശുവിന്റെ മുഖത്ത് നോക്കിയപ്പോൾ ഹല്ലേലൂയ, യേശു ചെയ്തതുപോലെ തന്നെ പത്രോസും ആ പ്രതികൂലത്തിന്റെ മുകളിൽ കാലെടുത്ത് വെച്ച് ചവിട്ടി അമർത്തി അവൻ മുന്നോട്ട് നീങ്ങാനിടയായി. എപ്പോൾ പ്രതികൂലത്തെ ഇവൻ നോക്കാൻ തുടങ്ങിയോ അപ്പോൾ അവൻ അവിടെ മുങ്ങാൻ തുടങ്ങി. ആമേൻ. പറഞ്ഞതിന്റെ സാരം എത്രയുള്ളൂ? ഇന്ന് രാത്രി ഇടത്തും വലത്തും മുമ്പിലും പിമ്പിലും ഒക്കെ പ്രതിബന്ധങ്ങൾ, പ്രതികൂലങ്ങളും, ആക്ഷേപം പറയുന്നവരും, നിന്ദിക്കുന്നവരും, ഒറ്റപ്പെടുത്തുന്നവരും ഒക്കെ കാണും. പക്ഷെ അവരെ നീ നോക്കരുതെന്നാണ് പറഞ്ഞത്. ദർശനത്തെ ഇന്ന് രാത്രി ദൈവവേദന നീ നോക്കരുത്. നിന്റെ നോട്ടം ക്രിസ്തുവിനായിരിക്കട്ടെ, നിന്റെ ദർശനം ക്രിസ്തുവായിരിക്കട്ടെ, നിന്റെ കാഴ്ചപ്പാട് ക്രിസ്തുവായിരിക്കട്ടെ, നിന്റെ ആമേൻ നിന്റെ ഉള്ളിലെ സകല ചിന്തയും ക്രിസ്തുവായിരിക്കട്ടെ. ആമേൻ. ഇന്ന് രാത്രി നീ താഴാൻ അവൻ അനുവദിക്കത്തില്ല, നീ ആമേൻ മുങ്ങിപ്പോകാൻ അവൻ അനുവദിക്കത്തില്ല, നീ നിന്നാ മാത്രമായി തീരാൻ അവൻ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി അവനെ കാൽവരി വരും, അവനെ ദൈവം വിശ്വസ്തനാണ്. വഴിയിൽ നിന്നെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല. അതുകൊണ്ട് പ്രതിബന്ധങ്ങളെ നോക്കണ്ട. മോശ ചുറ്റുപാടുകളെ ഒന്നേ നോക്കിയുള്ളൂ. പിന്നെ വിളിച്ചിറക്കിയ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി 3 ചോദ്യം ചോദിച്ചു, 3 ആഗ്രഹങ്ങൾ ചോദിച്ചു. അതിന്റെ ഒരാഗ്രഹം നമ്മൾ വായിച്ചു. ഒന്ന്, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം. രണ്ടാമത്തേതാണ്, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ നിന്റെ സാന്നിധ്യം എന്റെ കൂടെ വരണം. മൂന്നാമത്തേതാണ്, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഞാൻ കേവലം ഒരു മനുഷ്യനായി നിന്ന് മാത്രം പോയാൽ പോരാ, നിന്റെ തേജസ് എനിക്ക് കണ്ടിറങ്ങണം. അതുകൊണ്ട് നിന്റെ തേജസ് എനിക്ക് കാണിച്ചു. 3 ആഗ്രഹം താൻ ചോദിച്ചു. ഒന്നാം നമ്മൾ വായിച്ചത് അവൻ 14-ാമത്തെ വാക്യം, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. മോശ ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞതാണ്, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും. ഇന്ന് രാത്രി ഉപവസിക്കുന്നവരോടുള്ള ദൂത, ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വരും. ഹല്ലേലൂയ. ഈ രാത്രിയിലെ പ്രാർത്ഥനയിൽ ഇവിടെ സംബന്ധിച്ചിരിക്കുന്നവരോടുമുള്ള ദൂതാണ്, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു ശക്തിയോടല്ലേക്ക് പറയുന്ന ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെന്നൊക്കെ പറയുമ്പോ മനസ്സ് തുറന്നൊരല്ലേലൊക്കെ പറഞ്ഞൂടെ? സ്തോത്രം. സാന്നിധ്യം കൂടെ ഉണ്ടെന്ന് പറയുമ്പോ ഹല്ലേലൂയ, അകത്തൊരു തിളപ്പുണ്ടാകണം, അകത്തൊരു തുള്ളലുണ്ടാകണം, അകത്തൊരു ചാട്ടമുണ്ടാകണം. അവൻ മറിയയുടെ വയറിനകത്ത്, ഉദരത്തിനകത്ത് ഈ ദൈവസ്വാനിധ്യം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ നിറവയറുമായിട്ട് ഹല്ലേലൂയ ഈ മറിയ ചാർച്ചക്കാരിയാകുന്ന എലിസബത്തിന്റെ വീട്ടിലെത്തി അവർ സ്നേഹ ചുംബനം നടത്തുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നത്, ഈ യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ എലിസബത്തിന്റെ ഉള്ളിൽ തുളി.
കുഞ്ഞെ താഴ്പോയോ? അപ്പോ ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, എന്തിനാ പോയെ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇവിടെ ആൾക്കാരെ കൂടെ നോക്കിയിട്ടുണ്ടോ ചോദിച്ചത്? നടക്കട്ടെ, കാര്യം നടക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ സാന്നിധ്യം അറിഞ്ഞ മാത്രയും യോഹന്നാൻ എലിസബത്തിന്റെ ഉള്ളത്തിൽ കണ്ട് തുള്ളി. ഹല്ലേലൂയ. അവർ തമ്മിൽ കാണുന്നില്ല, സാന്നിധ്യം ഉണ്ടെന്ന് അവര് പരിശുദ്ധാത്മാവിൽ തിരിച്ചറിഞ്ഞപ്പോൾ യോഹന്നാൻ അകത്ത് തുള്ളി. യോഹന്നാൻ പിന്നെ പുറത്തു വന്ന് മരുഭൂമി കണ്ട് തുള്ളലോടെ സർപ്പസന്തതികളെ ഒരുപാടുള്ള കോപത്തിൽ നിന്ന് മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവരെ ശബ്ദമാവിത്. സ്തോത്രം. രോഗം കൊണ്ടുള്ള ഉടുപ്പുമൊക്കെ ഇട്ട് തോൽവാറൊക്കെ ധരിച്ച് കാട്ടുതേനും പച്ചമല്ലി വെട്ടിക്കിളിയും ഒക്കെ തിന്നുകൊണ്ട് ആമേൻ അഗരോന്യ പൗരോഹിത്യ തോളേന്തി ആമേൻ ആമേ കുപ്പായമൊക്കെ ഇട്ട് മധുഹായി കടത്ത് നിന്നുകൊണ്ട് ആമേൻ ശുശ്രൂഷിക്കേണ്ടയോ ഞാൻ ആമേൻ പ്രബോധന ശബ്ദമായിട്ട് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നത് എന്തുകൊണ്ട് അവന്റെ ജനനത്തെ കൊണ്ട് യേശുവിന്റെ സാന്നിധ്യം അറിഞ്ഞവനാ. അങ്ങനെ ഇന്ന് രാത്രി നമ്മുടെ നസ്രായന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ആ സാന്നിധ്യം ഉള്ളിടത്ത് ആ പ്രബോധനം ഉണ്ടാകട്ടെ, ആ സാന്നിധ്യം ഉള്ളിടത്ത് അവരെ സ്തുതിക്കട്ടെ, അവരെ വളർത്തപ്പെടുന്നത് തെറ്റുകൾ അടിഞ്ഞു മാറട്ടെ, തെറ്റുകൾ അടിഞ്ഞു മാറട്ടെ. യേശുവിന്റെ സാന്നിധ്യം മോശ പറഞ്ഞ എന്റെ ദാരിദ്ര്യത്തിന്റെ കൂടെ അപ്പൊ ആ സാന്നിധ്യം ചോദിച്ച മാത്രയിൽ അവൻ ഹോവയാകുന്ന ദൈവം പറഞ്ഞു. 14 വാക്യത്തിൽ അവൻ വായിച്ചത്, അതിനവൻ എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോയി. എന്നിട്ട് ആ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അപ്പൊ നേരത്തെ പറഞ്ഞത് ശരിയല്ലേ? ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് ഓടുന്നത് ഈ ചെറുക്കന്റെ സ്വസ്ഥത മൊത്തം പോയില്ലേ? ആകെപ്പാട് നിന്ന് വട്ടം കടന്നു. ഹല്ലേലൂയ. സ്വസ്ഥത നടക്കി തന്നു. രാത്രി ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ ചില സമാധാനം തിരികെ നഷ്ടപ്പെട്ടു പോയ ചില സമ്പത്തുകളെ തിരിച്ചു തരും. നഷ്ടപ്പെട്ടു പോയ ചില ഇന്ന് രാത്രി നഷ്ടബോധത്തെ മാറ്റിയിട്ട് ലാഭമാക്കി തരുന്ന ഒരു ദൈവ സാന്നിധ്യം നിറങ്ങി വരുന്നുണ്ട്. നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയോ? നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയോ? എവിടെ അതിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടത്? എവിടെ അതിന്റെ സമാധാനം നഷ്ടപ്പെട്ടത്? എവിടെ അതിന്റെ ജീവിതത്തിന്റെ എന്തെങ്കിലും പ്രതികൂലങ്ങൾ കടന്നു വന്ന് സ്വൈര്യത നഷ്ടപ്പെട്ടു പോയത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സെവിടെ വ്യാകുലപ്പെട്ടു പോയത്? എവിടെ നീ ആത്മീയ ചിന്തനായി മാറിയത്? എവിടെയാണ് നിന്റെ ജീവിതത്തിന് താളം തെറ്റിയത്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിനക്കൊരു മടങ്ങി വരവന്, നിനക്കൊരു മടക്കി തരലിന് വേണ്ടി ചിലത് നിന്റെ കയ്യിൽ നഷ്ടമായത് നീ ഇന്ന് ഭാരപ്പെടണ കുഞ്ഞേ, അത് നിനക്ക് ലാഭമാക്കി തരാൻ ചില നഷ്ടങ്ങൾ ലാഭമായി മാറാനുള്ള ഒരു സാന്നിധ്യം നേരത്തെ
12 വർഷം സുഖമില്ലാത്ത ഒരു സ്ത്രീ വന്ന് യേശുവിനെ തൊട്ടിലെ ആവശ്യമുള്ളതോടെ ആ സ്ത്രീ സൗഖ്യം പ്രാപിച്ചു മടങ്ങുമ്പോ യേശു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അതിഭയങ്കരമായ ഒരു പ്രസ്താവനയാ. നീണ്ട 12 വർഷം കൊണ്ട് അവൾ കേൾക്കാൻ കൊതിച്ചൊരു സ്റ്റേറ്റ്മെന്റ്. സമാധാനത്തോടെ 12 വർഷം അവളുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. 12 വർഷം അവളുടെ സമാധാനം നഷ്ടപ്പെട്ടു. ആർക്കും അവരുടെ സമാധാനം തിരികെ കൊടുക്കാൻ കഴിയാതെ ഉച്ചവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഉടയവർക്ക് തിരികെ കൊടുക്കാൻ കഴിഞ്ഞില്ല. സന്തോഷകാരികൾക്ക് തിരികെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. മരുമക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. രക്ഷകർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോ കൊടുക്കാൻ കഴിയാത്ത ഒരു ദുരിതമാണ് നീണ്ട 12 വർഷത്തിന് ശേഷം യേശു നൽകിയ ഒരു തങ്കിൽ. 12 വർഷം കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു. യേശു പറയുക സമാധാനത്തോടെ അവിടെ തുള്ളിച്ചാടി ദേശം ഇളക്കി. വന്നതുപോലൊന്നും ആയിരിക്കുന്നില്ല സ്ത്രീ പോയത്. ചെങ്കടലെ കടന്ന് അക്കരെ കയറുമ്പോ അവിടെ കയറിയ മിരിയാമിനെ അല്ല പിന്നെ കണ്ടത്. ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് അക്കരെ കയറിയ മിരിയാമൻ തലയ്ക്ക് കയ്യും കൊടുത്തിരുന്നല്ല, അവൻ തപ്പെടുത്ത് ആത്തു ദൈവത്തെ സ്തുതിച്ചു. വിടുതൽ പ്രാപിച്ച ദൈവത്തിന്റെ വൈതലേ, അവന് വിടുതലിന്റെ തൂത് കേൾക്കുന്ന ദൈവത്തിന്റെ വൈതലേ, ഇന്ന് രാത്രിയുടെ അകത്ത് വിശ്വാസത്തിന്റെ തപ്പുണ്ട്. വിശ്വാസത്തിന്റെ തപ്പുടിയെന്ന് എടുക്ക്. ഇന്ന് രാത്രി ആത്മാവിനെ ആരാധിച്ച്, അവനോട് വിട്ടുകൊടുത്ത് ആരാധിച്ച്, ഈ ആത്മാവിനെ പ്രതികരിച്ച്, ഈ ആത്മാവിനെ പ്രാർത്ഥിച്ച്, ഈ ആത്മാവിനെ സ്തുതിച്ച്, ഈ ആത്മാവിനെ ഭാര്യയെ രാത്രി ഇന്ന് രാത്രി നിനക്ക് തരാൻ ഒരു സാന്നിധ്യം അവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. നീ അത് അനുഭവിച്ചറിയണം. ഇന്ന് രാത്രി അനുഭവിച്ചറിയാൻ മടങ്ങാവോ? സമയക്കൃത്യതയോടെ ഇരിക്കാതെ ഇന്ന് രാത്രി സാന്നിധ്യത്തിന്റെ സ്ഥലത്തിലേക്ക് കൊണ്ടുപോകണം. ഒരു വർഗ ചിന്തയെ കൊണ്ടുപോകണം. ഒരു വഴിത്താരിലേക്ക് കൊണ്ടുപോകണം. യേശുവിന്റെ നാമം നിന്റെ സാന്നിധ്യമില്ലാതെ അയക്കരുത്. ചിലരെ കണ്ട് പേടിക്കുന്നെങ്കിൽ ദൈവസാന്നിധ്യത്തിന്റെ കൂടില്ല. ചിലരെ കണ്ട് ഭയപ്പെടുന്നെങ്കിൽ ദൈവസാന്നിധ്യത്തിന്റെ കൂടില്ല. ആമേൻ, ഹല്ലേലൂയ. നീ പലരെ ചൊല്ലി പിന്നെയും വ്യാകുലപ്പെടുന്നെങ്കിൽ കരയുന്നെങ്കിൽ, അവൻ നീ പേടിക്കുന്നെങ്കിൽ ഭയപ്പെടുന്നെങ്കിൽ, നിനക്കകത്ത് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് വിളിച്ചു പറയുക, കാര്യങ്ങൾ നീ വിട്ടുപോയി. ആ സാന്നിധ്യത്തെ തിരികെ പിടിക്ക്. ദൈവ സാന്നിധ്യം നിന്റെ അരികിലേക്ക് മടക്കി വരാൻ അവൻ ഇന്ന് രാത്രി ഏർപ്പെടുന്നത് അങ്ങയുടെ സാന്നിധ്യം വേണോ? കർത്താവിന്റെ പാട്ട് പാടിയത് ഈ അറിയില്ല പാട്ട്, നല്ലൊരു പാട്ട്. ആ പാട്ടങ്ങനെ സാന്നിധ്യം സമീപം ഞാൻ പാദം കൊണ്ട് ചുംബിച്ചു. രാത്രി സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടോ? നീ പേടിക്കത്തില്ല, നീ സംശയിക്കത്തില്ല, അവിശ്വാസം നിന്റെ ജീവിതത്തിൽ വരുത്തില്ല. ആമേൻ. നിന്റെ പ്രതിബന്ധങ്ങളെ നീ നോക്കി ധൈര്യത്തോട് വിളിച്ചു പറയോ, ആമേൻ, എന്റെ കൂടെ ദൂതനെ മാത്രമല്ല ദൈവ സാന്നിധ്യം കൂടെ അയക്കാമെന്ന് പറഞ്ഞ ഒരുവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല, ഒന്നിനെ കണ്ട് വ്യാകുലപ്പെടത്തില്ല. ഈ ജനത്തെ കൂട്ടിക്കൊണ്ടിട്ട് പോകുന്നുണ്ട്. ആമേൻ. നിശ്ചയത്തോടെ
ഹല്ലേലൂയ. ആമേൻ. അതല്ല വാക്യത്തിൽ വായിക്കുന്നു, അവൻ നിനക്ക് സ്വസ്ഥത തരും. ഹല്ലേലൂയ. 5 വാക്യത്തിൽ വായിക്കുന്നു, അവൻ അവനോട് തിരുസാന്നിധ്യം എന്റെ കൂടെ പോരുന്നില്ലെങ്കിൽ അവൻ ഞങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുത്. ഒന്ന്, ഈ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ പരിഹരിക്കപ്പെടും. ഹല്ലേലൂയ. 2, ഈ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ചില ശൂന്യതകൾ മാറ്റി നിറവ് നൽകി തരും. 3, ആമേൻ, ഹല്ലേലൂയ, ഈ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രതികൂലങ്ങളെ അമർച്ച ചെയ്യും. ആമേൻ. 4, ഈ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കും. ഞങ്ങൾക്ക് ഒന്ന് വിശദീകരിക്കണമെന്നുണ്ട്. രാത്രി ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ വെളിപ്പെടും. ഓ ഹല്ലേലൂയ. നേരത്തെ കർത്താവിദാസൻ പറഞ്ഞതുപോലെ ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് ഇറങ്ങി വന്ന് അത് ദൈവ മഹത്വമായി വെളിപ്പെടണം. നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ പാട്ടുപ്രാർത്ഥന ആരാധനകളിൽ അതിന് മഹത്വമായി വെളിപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിന്റെ വീട്ടിൽ തന്റെ മഹത്വം വെളിപ്പെടുത്തി. എങ്ങനെ വെളിപ്പെട്ടത്? ദൈവ സാന്നിധ്യം അവിടെ യേശുവിൽ കൂടെ വ്യാപരിച്ചതുകൊണ്ട് അവസാനം ആ ഭവനം ഒരു മഹത്വമായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു വരുമ്പോൾ, ദൈവ പൈതലേ, അവൻ എന്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ഓരോ മേഖലകളിലും വെളിപ്പെട്ടു. ഇതേ പുറപ്പാട് പുസ്തകം നമ്മൾ 17-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ദൈവ സാന്നിധ്യം കാണാൻ കഴിയും. എന്താണെന്നറിയാമോ? ഈ ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ട് മോശയുടെ നേതൃത്വത്തിൽ അവർ നടന്നു വരുമ്പോൾ സീൻ മരുഭൂമിയിലെത്തി. സീൻ മരുഭൂമിയിൽ നിന്ന് അവർ യാത്ര തിരിച്ച് അവർ രഫീദീമിലെത്തി. രഫീദീമിലെത്തുമ്പോൾ അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ലാതെ അവർ ദാഹിച്ച് തൊണ്ട വരണ്ടുപോയി. അവർ മോശയോട് പെറുവിറുത്തുകൊണ്ട് മോശയ്ക്കെതിരെ നിന്ന് അവർ മത്സരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് ഞങ്ങളെ കൊല്ലാനാണോ? കുടിക്കാൻ വെള്ളം വേണം. മോശ ദൈവസന്നിധിയിൽ മുഴങ്ങാനും അടക്കി ദൈവത്തോട് പറഞ്ഞു, ഈ ജനം എന്നോട് നിലവിളിക്കും, ഞാൻ എന്ത് ചെയ്യണം? നീ പറഞ്ഞിട്ടിറങ്ങി വന്നതാണ്. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം കൂടെ വരാമെന്ന് പറഞ്ഞതാ. അവൻ ജനത്തിന് കുടിക്കാൻ വെള്ളമില്ലാതെ രഫീദീമിൽ വന്ന് കിടക്കുന്നു. രഫീദീം എന്ന് പറഞ്ഞാൽ വിശ്രാമ സ്ഥലമെന്ന്. നല്ലൊരു അല്പവിശ്രാമത്തിന് വേണ്ടി അവരവിടെ പാളയം അടിക്കുമ്പോൾ നല്ലൊരു വിശ്രാമത്തിന്റെ എല്ലാ അനുഭവങ്ങളും മാറി കുടിക്കാൻ വെള്ളമില്ലാതെ അവർ രഫീദീമിൽ വല്ലാതെ കറങ്ങി നിൽക്കുമ്പോൾ ദൈവം മറുപടി കൊടുത്തു, ഞാൻ സമീപേ അവിടെ ഒരു പാറയുടെ മുകളിൽ നിൽക്കും. നീ ചെങ്കടലിനെ വിഭാഗിച്ച വടി നിന്റെ കയ്യിലുണ്ടല്ലോ, ആ വടിയുമായിട്ട് കടന്നു വന്ന് അവരുടെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ആ പാറയിൽ നീ അടിക്കണം. മോശ അങ്ങനെ ചെയ്തു. വെള്ളം പൊട്ടി പുറപ്പെട്ടു. വെള്ളം പൊട്ടി പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എവിടെ നിന്നറിയത്തില്ല, ഒരു ശക്തി എഴുന്നേറ്റ് വന്നു. പലയിടത്തും ഇങ്ങനെ സംഭവിക്കുന്നു. നമ്മളിങ്ങനെ ശക്തിയൊക്കെ ആർജിച്ച് നമ്മളൊരു ആത്മനിറവിലൊക്കെ ഇങ്ങനെ കേറി വരുമ്പോ അതിനെ കെടുത്തി കളയുന്ന ഒരു ശക്തി എവിടെന്നെങ്കിലൊക്കെ എടുത്തിട്ട് വരും. പിന്നെ നമ്മുടെ വിശ്വാസം പോയി, നമ്മുടെ പാട്ടും പോയി, നമ്മുടെ പ്രാർത്ഥനയും പോയി, നമ്മളാകപ്പാടെ വീണ്ടും പണ്ടത്തിനൊക്കെ ചിഹ്നത്തേതിലും നമ്മളങ്ങ് തകർന്നടിയും. പിന്നെ നമ്മൾ ഓട്ടം അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി എന്ത് ചെയ്യണം ഏത് ചെയ്യണം അറിയാൻ വയ്യാതെ പ്രശ്നകലുഷിതമായി നമ്മളങ്ങ് മാറ്റും. അതിനെ ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുകയാ, നിന്റെ നന്മയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശക്തികളെ നിന്റെ നന്മയ്ക്കെതിരെ എഴുന്നേൽക്കുന്ന ചില ദുഷ്ടവ്യാപാര മണ്ഡലങ്ങളെ മുച്ചൂട് പിടിക്കാൻ ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട്.
ശക്തിയുടെ പേരാണ് അമാലേക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ആരായി അമാലേക്ക്? ആമേൻ, ഹല്ലേലൂയ. ഏശാവിന്റെ കൊച്ചുമോൻ, ഏശാവിന്റെ കൊച്ചുമോൻ. അപ്പൊ ഈ ഹല്ലേലൂയ നമ്മിൽ നോക്കുമ്പോ ജ്യേഷ്ഠാന്യന്മാരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അതേ പ്രശ്നം ഉണ്ടായി. അതൊരു അമ്മ പറയാൻ അമാലേക്ക് എന്ന് പറയുന്ന ശക്തി ഏശാവിന്റെ കൊച്ചുമോൻ. 36 തിബ്ന എന്നവൾ ഏശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. ഏശാവിന്റെ മകൻ, സ്തോത്രം. ആ മകന് ഉണ്ടായ ചെറുകിന്റെ പേരാണ് അമാലേക്ക്. ഏശാവിന്റെ കൊച്ചുമോൻ. ഇസഹാക്കിന്റെയൊന്നുമല്ല, യാക്കോബിന്റെ സഹോദരൻ. അപ്പൊ ഇവർ ആറ് ചേട്ടന്മാരാ, ബന്ധുക്കളാ. അവരൊന്നും ഈ പണി നന്മയെ കളയുന്നതും നീ ഗതി പിടിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നതും നിന്റെ തലമുറ മുടിഞ്ഞു പോകണമെന്ന് ആവിചാരം ചെയ്യുന്നതും നീ തകർച്ചയായിട്ട് സന്തോഷിക്കുന്നതും നമ്മൾ പുറത്തുള്ളവരെ തീർത്ത് ശാസിക്കുക. ഏതൊരു വശം താമസിക്കുക, ഏതെങ്കിലും ദൈവത്തെ ഹിന്ദുക്കളോ അവന്റെ പേരെങ്കിലും ചെയ്തെന്നാ പറയുന്നത്. അതേപോലെ അണിയറയിൽ പണിയുന്ന ആൾക്കാർ നമ്മൾ അറിയുന്നില്ല. ഇവിടെ വേറൊരു ശക്തിയും വന്നില്ല. വെള്ളം പുറപ്പെട്ടു വന്നപ്പോൾ നന്മയെ അപകരിഞ്ഞിട്ട് നിന്നെ പിന്നെയും പരതാകത്തിനകത്തേക്ക് തള്ളിയിട്ട് നിന്നെ തകർത്ത് കളയാൻ മുന്നേ വെച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുന്ന ചില ദുഷ്ടശക്തിയുടെ മേൽ ഇന്നലത്തെ പരിശുദ്ധമ വിളിച്ചു പറയുന്നു. അതിനെ നിഷ്കാസനം ചെയ്യേ, അതിനെ അമർത്തതയെ, അതിനെ ഓടിക്കാതെ ഒരു വലിയ സാന്നിധ്യമുണ്ട്. സ്തോത്രം. എതിരൊന്നും പറയാൻ പോകണ്ട, നീ വക്കീലിനെ കാണാൻ പോകണ്ട, തന്ത്രം മെനയാൻ പോകണ്ട, ഹല്ലേലൂയ, പ്രവാചകന്മാരെ തേടി പോകണ്ട, ഹല്ലേലൂയ. ഒന്ന് ചെയ്താൽ മതി, മുഴങ്കാലിനി, ഈ ദിവസങ്ങളിൽ മുഴങ്കാലിനി. ഹല്ലേലൂയ. ചില സമയങ്ങളൊന്ന് വേർതിരിച്ച് നീ മുഴങ്കാലും ധരിക്ക്. ചില പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ പരിഹരിക്കപ്പെടട്ടെ. ആമേ, ചില വിഷയത്തിൽ നിന്റെ മുമ്പിൽ ചില വിടുതൽ സംഭവിക്കട്ടെ. ആമേ, നല്ല ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെന്ന് ജനമൊന്ന് അറിയട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിനക്കെതിരെ വാടകോരിവർ അറിയട്ടെ, നിനക്കെതിരെ വെല്ലുവിളിച്ചവരെന്ന് അറിയട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധം വിളിച്ചോടെ ദൈവവൈദ്യരെ നീ പകരം ചോദിക്കാൻ പോകണ്ട, നീ എതിർത്തെന്നും പറയാൻ പോകണ്ട, നീ അതുകൊണ്ട് വിചാരിക്കേണ്ട. ഈ നാളുകൾ നീ മുഴങ്കാലുകൾ മടക്കിയോ, ആത്മാവ് നിനക്ക് വേണ്ടി ചേർന്ന് പ്രവർത്തിക്കാൻ, ആത്മാവ് നിനക്ക് വേണ്ടി ചില മേഖലകളോട് എന്ന് രാത്രി കൽപ്പിക്കുക. മോശ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യും. ഹല്ലേലൂയ. ഞാനിവിടെ കുന്നുണ്ടായാലും മേലോട്ട് കയറി പ്രാർത്ഥിക്കാൻ പോകും. നാളെ നീ എന്ത് ചെയ്യണം? പോർക്കളത്തിലേക്ക് പോകണം. ദൈവത്തിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു വാളുണ്ട്. ഈ വാള് നീ എടുക്കണം. വാളെടുത്തിട്ട് നീ പോർക്കളത്തിൽ യുദ്ധം ചെയ്യണം, പോരാടണം. പ്രാർത്ഥന എന്ന ആയുധത്തെ നിന്റെ ഉറയിൽ നിന്ന് നീ വലിച്ചൂരിയെടുത്ത് ഈ നാളുകളിൽ നീ ശക്തമായ ശത്രുവിനെതിരെ പ്രാർത്ഥന എന്ന ആയുധം കൊണ്ട് നീ പോരാടാൻ തയ്യാറാണോ? ഇന്ന് രാത്രി
ദൈവത്തിന്റെ ആത്മാവ് ദൈവജനമേ നിന്നെ നോക്കി ദൂത് പറയുന്നു. നിന്റെ നന്മയ്ക്കെതിരെ നീ മുന്നോട്ട് പോകാൻ തടഞ്ഞതിനെ ആമാലേക്ക് വെട്ടുകൊള്ളുന്ന രാത്രിയോ. പ്രാർത്ഥനയുടെ ആയുധത്തെ നീ പുറത്തെടുക്ക്. ആമേൻ. നിനക്ക് വേണ്ടി യാഗം ഒരുക്കിക്കൊണ്ടൊരുവൻ ഉയരത്തിലുണ്ട്. നിനക്ക് വേണ്ടി ഉയരത്തിൽ ഒരുവനുണ്ട്. അവൻ നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. അവൻ നിനക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. അവൻ നിനക്ക് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ദിവസാനത്തിൽ രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അവൻ അമാലേക്കിനെ വെച്ചോണ്ടിരിക്കത്തുന്ന ദൈവം. ഹല്ലേലൂയ. അതിനെ തലങ്ങനെ വിലങ്ങനെ വെട്ടാൻ യോശുവയെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ ദൈവം ആക്കി തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ പ്രാർത്ഥനയുടെ ആയുധം കരത്തിലെന്ന് നീ അതിനോട് ചേർന്ന് നിന്നാൽ മതി. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചിരയാമാലേക്ക് തകർന്നു. ദൈവം തന്നെ മഹത്വം അയക്കാൻ പോവുകയാണ്. രാത്രി എല്ലാ കണ്ണുകളും അടച്ചാൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാത്ത നിന്റെ നന്മയ്ക്കെതിരെ നിന്റെ ഉയർച്ചയ്ക്കെതിരെ നീ പിടിക്കാൻ സമ്മതിക്കാതെ ആഭിചാരം ചെയ്തോ, അവൻ വിളിച്ചു നേർച്ച ചെയ്തോ, അവൻ പൂജകൾ ചെയ്തോ, തന്ത്രങ്ങൾ മെനഞ്ഞോ, മന്ത്രങ്ങൾ മെനഞ്ഞോ, ഉപായം നിർമ്മിച്ചോ, അവൻ എന്ത് ചെയ്തോട്ട് വൈകലേ നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അവൻ ശക്തമായി വിളിച്ചു പറയുക. നിനക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റിട്ടുണ്ട്. നിനക്ക് വേണ്ടി ദൈവം ഇടപെട്ടിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മിദ്യാന്റെ പാളയത്തിനകത്ത് ചിലർ ഒന്നിച്ചു കൂടിയിരുന്നെന്ന് പറയുക. ഇത് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആമേൻ. ഹല്ലേലൂയ. മിദ്യാന്റെ പാളയത്തെ നോക്കിക്കൊണ്ട് അവൻ ഒരു ഏവത്തപ്പം ഉരുണ്ടുരുണ്ട് വരുന്നുണ്ട്. ഞാനൊരു സ്വപ്നം കണ്ടു എന്ന്. ആമേൻ. ഹല്ലേലൂയ. ഒരുവൻ മിദ്യാന്റെ പാളയത്തിൽ എന്ന് പറയുമ്പോൾ മറ്റൊരുത്തൻ പറഞ്ഞത് അത് ഏവത്തപ്പം എന്ന് പറഞ്ഞു. അത് ഗിബയോന്റെ വാളാണ് വരുന്നത്. ആ വാളാണ് വെട്ടാണ് വരുന്നത്. ഇത്തരത്തിൽ ദൈവമേ ശത്രുവിന്റെ പാളയത്തിനകത്ത് നീ ഒരു വാളായി തീരും. ശത്രുവിന്റെ പാളയത്തിനകത്ത് നീ ഒന്ന് എഴുന്നേൽക്ക്. ദൈവത്തിനെ ഉപയോഗിച്ച് സമാധാനമായി നീ ഒരു വാളായി തീരാം. പോർക്കളത്തിൽ പടവരുന്നതിന് വാളായി തീരാം. ഓ, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകും. ചിലത് കണ്ട് ഭയപ്പെടാൻ പോകും. ചിലത് നിന്നെ കണ്ട് പേടിക്കാൻ പോകും. നീ ഇത്രയും നാൾ പേടിച്ചെങ്കിൽ നിന്നെ കണ്ട് ചിലത് പേടിക്കാൻ, നിന്നെ കണ്ട് ചെന്ന് പഞ്ചവച്ചം അടക്കാൻ, നീ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ആമേൻ. എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഞാൻ സമാധാനം തരും. ഞാൻ നിന്നെ എത്തിക്കാമെന്ന് പറഞ്ഞിടത്ത് എത്തിക്കും എന്ന് ആത്മാവ് മോശയോട് ദൂത് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ആത്മാവ് ഞങ്ങളെ നോക്കി ദൂത് പറയുന്നു. ഈ വചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ശക്തിയോടെ സമാധാനത്തോടെ നമുക്ക് മടങ്ങിപ്പോകാം. ദൈവം നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ പറഞ്ഞ് വാക്ക് നിർത്തുന്നു. ഇന്ന് രാത്രി സമയം അനുവദിച്ചു എന്നാൽ കർത്താവിന്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രത്യാശ മുൻപോട്ട് പോകാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവിക ശബ്ദം, ദൈവിക ദൂത്, ദൈവിക ആലോചന ഇന്ന് രാത്രികാലം സ്വർഗത്തിൽ ദൈവം നമുക്ക് നൽകുവാനിടയായി. പ്രാർത്ഥന പ്രാരംഭ സമയം മുതൽ ഈ സമയം വരെയും സ്വർഗം നമ്മളോട് വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഏത് വിഷയത്തിന്മേലാണോ ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ വിഷയത്തിന് സ്വർഗം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. രാത്രി കാലവും ആമേൻ ദൈവത്തിന്റെ ആമേൻ ശബ്ദം നമ്മളെ കേൾപ്പിക്കുവാൻ സ്വർഗം ആമേൻ ഹല്ലേലൂയ തന്റെ ദാസനെ അയച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി കാലം ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആമേൻ ഒരു വചനമാണ് വായിച്ച് നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. സാധാരണക്കാരനായ ഒരാട്ടിടനായിരിക്കുന്ന ഒരു മനുഷ്യൻ ആമേൻ ഹല്ലേലൂയ. മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്,
ആമേൻ ഹല്ലേലൂയ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ആമേൻ തേജസ് വാരി അണിഞ്ഞവനായ ആമേൻ പിതാവായ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അങ്ങയുടെ സാന്നിധ്യം എന്റെ കൂടെ പോരണമേ. ഹല്ലേലൂയ. ഇത് രാത്രികാലം ആമേൻ ഹല്ലേലൂയ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഒന്ന് കരയാൻ തയ്യാറായാൽ, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, നമുക്ക് വേണ്ടി ചിലത് കൽപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ രാത്രികാലം മഹത്വപ്പെടുത്തിയാമേ. ഹല്ലേലൂയ. ആമേൻ. സാധാരണക്കാരനായ മനുഷ്യൻ പറയുകയാണ്, അങ്ങയുടെ സാന്നിധ്യം എന്റെ കൂടെ പോരണം. ആമേൻ ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരണം. ഇത് രാത്രികാലം ആമേൻ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ആ ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്. ആ ദൈവസന്നിധിയിലാണ് ഇന്ന് രാത്രികാലവും നമ്മൾ മുട്ടുമടക്കിയിരിക്കുന്നത്. ആ ദൈവസന്നിധിയിലാണ് നാളെയും ആമേൻ പകൽക്കാലവും രാത്രികാലവും നമ്മൾ മുട്ടുമടക്കുവാൻ തീരുമാനിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത്. നിശ്ചയമാണ് നമുക്ക് സ്വർഗം മറുപടി തരും, നിശ്ചയമാണ് നമുക്ക് സ്വസ്ഥത തരും, നിശ്ചയമാണ് നമ്മളെ സ്വസ്ഥതയിലേക്ക് സ്വർഗം വഴി നടത്തുവാനായി. ഇന്ന് രാത്രികാലം നമുക്ക് ആമേൻ ഹല്ലേലൂയ ഈ സെക്ഷൻ ഇവിടെ പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒരുമിച്ച് നമുക്ക് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ വിശ്വസാൽ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആമേൻ ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. മഹാപരിഷത്തിനും നീതിമാനുമായ സ്വർഗത്തിലെ നല്ല ദൈവമായി കർത്താവേ അങ്ങയുടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതും വിലയേറിയമായി നല്ല ദിവസം നല്ല രാത്രി വേളയ്ക്കായ സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. കർത്താവേ മധ്യത്തിൽ ഇന്ന് ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് എനിക്കല്ല യുടെ സ്തോത്രം ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതോടുകൂടെ കർത്താവേ 2 ദിവസം ആമേൻ വാസ്തവോടും പ്രാർത്ഥനയോടുമായിരിക്കാൻ സർവ്വസംഖ്യ ദൈവം അവിടുന്ന് ഒരുക്കിയ നദിയുടെ സ്തോത്രം. ആമേൻ വാസ പ്രാർത്ഥനയുടെ എല്ലാ ദിവസമായിരിക്കുന്ന ആമേൻ രാത്രിവേളയിൽ നമുക്ക് ആമേൻ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കാമേ കേൾക്കുവാൻ തക്കണം. സർവ്വസംഖ്യ ദൈവം ഒരുക്കിയ എല്ലാ